വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനായുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായും ഒപ്പം തന്നെ ഒരു ഉള്ളിയുടെ പകുതി കൂടി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് അഥവാ കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. അരി മുഴുവനായും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത അരിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിയിലേക്ക് അതിന്റെ ഇരട്ടി ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഫ്രൈ ചെയ്തെടുത്ത ഒനിയൻ കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് അരി വേവിക്കാം. വെള്ളവും അരിയും ഒരേ ലെവലിൽ വരുന്ന സമയം നമുക്കിത് തുറന്നു നോക്കി ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവ് തോന്നിയാൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നീട് 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കിയാൽ നെയ്ച്ചോറെല്ലാം നല്ല പാകത്തിന് വെന്തു വന്നിട്ടുണ്ടാകും. ഇങ്ങനെ റെസ്റ്റ് ചെയ്ത സമയം കൊണ്ടാണ് അരിയെല്ലാം പൂർണ്ണമായും വെന്തു വരുന്നത്. ഇനി ആവശ്യമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത അല്പം ഒനിയനും കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഗാർണിഷ് ചെയ്തെടുക്കാം.